അതായത് ഐക്യസംഘം വന്നതിന് ശേഷമുള്ള റിയാക്ഷണറി സംഘടനയാണ് സമസ്ത എന്ന നിലക്ക് പലപ്പോഴും തന്നെ എഴുതപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നവോത്ഥാനം തുടങ്ങിയത് ഈ ഐക്യസംഘത്തോടു കൂടിയാണെന്നുള്ള ഒരു ആഖ്യാനം ഇവിടെ ഉണ്ട്. അതൊന്നും ശരിയല്ല. ചരിത്രം വേണ്ട വിധത്തിൽ പഠിക്കാതിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വൈജ്ഞാനിക മത സാംസ്കാരിക രംഗത്ത് നമ്മൾ സുന്നി സരണി പ്രോജ്വലമാകുന്നത് 16-ാം നൂറ്റാണ്ടിൽ തന്നെയാണ്. സൈനുദ്ദീൻ മക്തൂം തങ്ങൾമാരുടെ ആ കാലഘട്ടം. ലോകത്തിൽ തന്നെ ആദ്യമായി സാമ്രാജ്യത്തിനെതിരെ എഴുതിയ ഒരു ഗ്രന്ഥം തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇന്ന് 62 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളറിയോ? 62 ഭാഷകളിലേക്ക്. ഇംഗ്ലീഷ് തന്നെ 5-6 വേർഷൻ ഉണ്ട്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഫത്ഹുൽ മുഈൻ നമുക്ക് എഴുതി തന്നത് സംഭവം. ആ കാലഘട്ടത്തിലെ സുന്നി സരണി എന്ന് പറയുന്ന സമസ്തയുടെ മുൻഗാമികൾ ഇവിടെ സജീവമായിരുന്നു സംഭവം. യാതൊരു സംശയവുമില്ല. മഹാനായ ഉമർ ഖാലിയൊക്കെ തന്നെ ഇവിടെ പ്രചാരണം നടത്തിയത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതൊക്കെ തന്നെ ഒരു സുന്നി ആംഗിളിൽ വെച്ചുകൊണ്ടാണ്. യാതൊരു സംശയവുമില്ല. പക്ഷേ ആ സരണിയെ കുറിച്ച് കൂടുതൽ പറയാതെ ഇവിടെ ഐക്യസംഘം വന്നതിന് ശേഷം മാത്രമാണ് നവോത്ഥാനം തുടങ്ങിയതെന്നൊക്കെ ഞാൻ പറയുന്നത് ഏതോ ഒരു കാട്ടുപൂ വിരിഞ്ഞപ്പോൾ ഇവിടെ വസന്തം വന്നു എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് അവരുടെ സസൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംഭവം. യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, വളരെ യാഥാസ്ഥികരെന്നും ഇംഗ്ലീഷിൽ ഓർത്തഡോക്സ് കൺസർവേറ്റീവ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. റൊളാൻഡ് മില്ലർ അദ്ദേഹത്തിന്റെ മാപ്ലാസ് മലബാർ എന്ന പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ സമസ്തയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപയോഗിച്ച വാക്കുകൾ അദ്ദേഹം ഓരോ 10 വർഷം കൂടുമ്പോഴും കേരളത്തിൽ വരാറുണ്ട്. ഒരു തവണ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി കോഴിക്കോട് വെച്ച്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതൊന്ന് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നത് വരും തലമുറക്ക് വേണ്ടി. കാരണം സമസ്ത നിങ്ങൾ പറയുന്ന കൺസർവേറ്റീവോ ഓർത്തഡോക്സോ ഒന്നുമല്ല. അവര് ഈ കാലഘട്ടത്തിന്റെ കുളമ്പടി ശബ്ദം കേട്ടും കൊണ്ട് ആവശ്യമായ എല്ലാ മാറ്റങ്ങളും വരിക. പക്ഷെ അതേസമയം അവരെ വേഷമോ അവരുടെ ശൈലിയോ അതോടൊപ്പം തന്നെ അവരുടെ ഊന്നല്ലോ ഒരു മാറ്റവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ സമസ്ത നിലനിൽക്കുന്നത്. അവരോടൊരു ഉദാഹരണം പറയുകയുണ്ടായി. അതായത് ഖിലാഫത്ത് ഉസ്മാനിയ ഖിലാഫത്തിനെ തകർത്ത നമ്മുടെ കമാൽ പാഷ ഉണ്ടല്ലോ, അതിനുശേഷം ഒരു 10-70 വർഷക്കാലം തുർക്കിയിൽ ഒന്നും ഇസ്ലാമപരമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബാങ്ക് വിളി പോലും തന്നെ തുർക്കി ഭാഷയിലായിരുന്നു. പക്ഷേ വീണ്ടും ഇസ്ലാം വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ വന്നു? അനാത്തോലിയ എന്ന് പറയുന്ന നമ്മുടെ മലപ്പുറം ജില്ല പോലത്തെ ഒരു പ്രദേശമുണ്ട്, 100% മുസ്ലിങ്ങളുള്ള. അവിടുത്തെ സുന്നികള് അവരൊരിക്കലും തന്നെ ഇസ്ലാമിന് വിട്ടിരുന്നില്ല. അവരൊരിക്കലും തന്നെ ഈ കമാൽ പാഷയുടെ ഐഡിയോളജിയിലേക്ക് പോയിരുന്നില്ല, യൂറോപ്യനൈസേഷൻ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഒരു മതത്തെ നിലനിർത്തുന്നത് അതിന്റെ യാഥാസ്ഥിക വിഭാഗമാണ്. നേരത്തെ മുൻ പ്രാസംഗിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്